ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് വളരെയധികം സജീവമായ ഒരു ദിവസമാണെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം കേന്ദ്രം ഇന്നലെ എടുത്തൊരു തീരുമാനം, രാജിയല്ലാതെ മറ്റെന്തും എന്ന് പറഞ്ഞിടത്തു നിന്നും ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ അവിടെ മാറിമറിഞ്ഞത് ഈ കഴിഞ്ഞ 12 വർഷക്കാലം മോദി സർക്കാർ മുന്നോട്ട് വെച്ച ഈ ഒരു അധികാര ഗർവിന്റെയും അല്ലെങ്കിൽ ഒരു സാമ്രാജ്യത്വ മനോഭാവത്തിനുമൊക്കെയാണ്. അവിടെ ഇന്ത്യൻ യുവത്വം വളരെ വലിയ തരത്തിൽ വളരെ വലിയ ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട് വിജയം നേടിയ ഒരു ദിവസമാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ തിങ്കളാഴ്ച പാർലമെന്റ് ആരംഭിക്കുവാനിരിക്കുന്നത്. അങ്ങനെ നിരവധി കാര്യങ്ങളാൽ സജീവമാകുന്ന ഒരു തലസ്ഥാനമാണ് ഇപ്പോൾ നമുക്കുള്ളത്. അപ്പോൾ അവിടെ ദില്ലിയിൽ ഇന്നത്തെ ഒരു ദിവസം എങ്ങനെയാണ്? ജന്തർ മന്ദിറിലെ സമരവേദിയൊക്കെ ഒഴിഞ്ഞിരിക്കുന്നു. ഇനി ആരും അവിടേക്ക് സമരത്തിനായി എത്തേണ്ടെന്ന് CJP പ്രവർത്തകർ ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവിടെ അവർ മുന്നോട്ട് വെച്ച ഇന്ത്യൻ യുവത്വം അവർക്ക് രാഷ്ട്രീയം അറിയില്ല, അല്ലെങ്കിൽ അവർ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നവരല്ല എന്നൊക്കെ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് പറഞ്ഞവരെല്ലാം മാറ്റി പറയുകയാണ്. കാരണം അവർ ഒരു വലിയ മാതൃക കാണിച്ചു തരുന്നു. ഇന്നലെ ആ സമരവേദിയിൽ നിന്നും അവർ പിന്തിരിയുമ്പോൾ ആ സമരവേദി ഒന്നാകെ ശുചിയാക്കിയിട്ടാണ് അവർ പുറത്തു പോകുന്നത്. അങ്ങനെ നിരവധി പ്രത്യേകതകളുള്ള ഒരു 35 ദിവസങ്ങൾക്കാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത്. ഇപ്പോൾ അവിടെ നിന്നും ഷമി പ്രഭാകർ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. നമുക്ക് ഷമിയിലേക്ക് പോകാം. ഷമി, ഗുഡ് മോർണിംഗ്. ഇന്നലെ ഷമി അവിടെ എത്തിയപ്പോൾ തന്നെയായിരുന്നു ഈ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി അറിഞ്ഞത്. അപ്പോൾ അന്ന് ആ നിമിഷം മുതൽ അവിടുത്തെ ഓരോ ആളുകളുടെയും മനസ്സ് അല്ലെങ്കിൽ അവരുടെ ഒരു മനസ്സിലെ സന്തോഷമൊക്കെ ഷമി നേരിട്ട് അറിഞ്ഞതാണ്. ഇപ്പോൾ ജന്തർ മന്ദിറിൽ നിന്നും സമരക്കാരെല്ലാവരും ഒഴിഞ്ഞിരിക്കുന്നു അല്ലേ? അവരവിടെയെല്ലാം വൃത്തിയാക്കിയിട്ടാണ് പോയത്. ഈ ഇന്ത്യൻ യുവത്വം രാജ്യത്തിനോട് പറഞ്ഞു വെച്ച കുറേ അധികം ചിന്താഗതികളുടെയും കൂടി ഒരു വെളിച്ചത്തിലാണ് ഇന്ന് നമ്മൾ അവിടെ നിൽക്കുന്നത് അല്ലേ? ഗുഡ് മോർണിംഗ് സിന്ദൂരി. തീർച്ചയായും ഒരു വലിയ തീക്ഷ്ണമായ സമരത്തിന് പൂർണ്ണമായും സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞില്ല എന്നൊരു വിഷമമുണ്ട്. കാരണം ഇന്നലെ എത്തുമ്പോഴേക്കും ഈ സമരം ഏതാണ്ട് അവസാനിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരുന്നു. കാരണം ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഏതാണ്ട് 3 മണിയോടുകൂടി 2:30 തന്നെ പുറത്തു വന്നിരുന്നു. അതോടുകൂടി ഒരു വിജയാഘോഷത്തിന്റെ തലത്തിലേക്ക് ജന്തർ മന്ദിറിലെ സമരവേദി മാറി എന്നുള്ളതാണ്. പക്ഷേ ഈ സമരം നൽകുന്ന ഒരു വലിയ ബാക്കിപത്രം എന്താണ് എന്നുള്ളത് ഇന്നലെ RSSന്റെ മേധാവി മോഹൻ ഭഗവത് പറഞ്ഞ ഒരു കാര്യമാണ്. അതായത് ഒബീഡിയൻസിന്റെ കാലം, അനുസരണയുടെ ആ ഒരു കാലഘട്ടം കഴിഞ്ഞു പോയിരിക്കുന്നു. കുട്ടികൾക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം പറയാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണം എന്നൊരു നിർദ്ദേശമാണ് RSSന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൽകിയ വ്യക്തമായ ഒരു സന്ദേശം തന്നെയാണ് RSSന്റെ മേധാവി നൽകിയത്. നിങ്ങൾ ഭരണത്തിന്റെ ഹുങ്കിൽ എന്തുമാകാം എന്ന ധാർഷ്ട്യം പാടില്ല എന്നുള്ളതിന്റെ മറ്റൊരു വ്യംഗ്യമാണ് RSS മേധാവി പറഞ്ഞത് എന്നുള്ളതാണ്. കഴിഞ്ഞ നാളുകളിൽ 35 ദിവസക്കാലം കേന്ദ്ര സർക്കാർ എടുത്ത സമീപനങ്ങൾക്ക് ഉള്ള ഒരു മറുപടിയാണ് ശരിക്കും ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി. ഒരുപക്ഷെ എത്രയോ മനോഹരമായി അവസാനിപ്പിക്കാൻ കഴിയുമായിരുന്ന ഒരു സമരത്തെയാണ് ഇത്രയും മോശപ്പെട്ട തലത്തിലേക്ക് കൊണ്ടുപോയത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സമരം അവസാനിച്ചു എന്നുള്ളത് കൊണ്ട് കേന്ദ്ര സർക്കാരിന് ഇനി അങ്ങ് മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ ഇനിയൊരു ചോദ്യത്തിനും ഉത്തരം പറയേണ്ടതില്ല എന്നൊരു ധാരണ വരേണ്ട കാര്യമില്ല എന്നുള്ളതാണ് പ്രതിപക്ഷം ആവർത്തിച്ച് തന്നെ പറയുന്നത്. അതായത് നാളെ വീണ്ടും പാർലമെന്റ് ചേരുമ്പോൾ കൃത്യമായിട്ടും ഈ കുട്ടികളുടെ മേലുണ്ടായ കയ്യൂക്കിന്റെ രാഷ്ട്രീയം എവിടെ നിന്നാണ് എന്നുള്ളത് ചോദ്യം ചെയ്യപ്പെടും. അത് ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഓഫീസിൽ നിന്നാണ് എന്ന സൂചനയാണ് പ്രതിപക്ഷം നൽകുന്നത്. അതുകൊണ്ട് തന്നെ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച് അദ്ദേഹം പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഇനിയിപ്പോൾ ഇതിൽ പങ്കാളികളല്ല. പക്ഷേ വിദ്യാർത്ഥികൾക്ക് മേൽ ഇത്രയും വലിയ ഒരു കയ്യേറ്റത്തിന് ഉത്തരവ് നൽകിയ വ്യക്തി എന്ന നിലയിൽ നാളെ പാർലമെന്റിൽ ഇതിന് മറുപടി പറയേണ്ടി വരുന്നത് ആഭ്യന്തരമന്ത്രി അമിത്ഷാ മാത്രമായിരിക്കും. ഒരുപക്ഷെ പ്രധാനമന്ത്രി പോലും ഇക്കാര്യത്തിൽ നിന്ന് കഴിഞ്ഞ 2 ദിവസത്തെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെ തൽക്കാലം മാറി നിൽക്കുന്നു എന്നുള്ള സൂചന തന്നെ, അല്ലെങ്കിൽ അദ്ദേഹം ഞാൻ ഇതിൽ ഇടപെട്ടു എന്നൊരു സൂചന എങ്കിലും നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി വന്നതിലൂടെ അക്കാര്യത്തിൽ പ്രധാനമന്ത്രിയും തൽക്കാലം രക്ഷപ്പെട്ടു പോകുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. പക്ഷേ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവിടെ ഉണ്ടായിട്ടുള്ള ഈ കയ്യേറ്റത്തിന്, വിദ്യാർത്ഥികൾക്ക് നേരെ ഉണ്ടായിട്ടുള്ള ഈ കയ്യൂക്കിന് കൃത്യമായ മറുപടി പറയണം. കാരണം ഈ പെല്ലറ്റ് അടക്കം ഉപയോഗിച്ച് ഒരു വിദ്യാർത്ഥിയുടെ അടക്കം കണ്ണുപോയി എന്നുള്ള വാർത്തകളടക്കം പുറത്തു വന്നിരുന്നു. അത്രമാത്രം ക്രൂരമായി ഈ വിദ്യാർത്ഥി സമരത്തെ നേരിട്ട ഏത് സാഹചര്യമായിരുന്നു ഇവിടെ ഉണ്ടായത്? കാരണം ഏതെങ്കിലും തരത്തിൽ വിദ്യാർത്ഥികൾ അക്രമത്തിലേക്ക് തിരിഞ്ഞിരുന്നോ? ഏതെങ്കിലും തരത്തിൽ അവർ ഇവിടുത്തെ പൊതുജീവിതത്തെ തടസ്സപ്പെടുത്തിയോ? ഏതെങ്കിലും തരത്തിൽ അവർ കയ്യേറ്റത്തിന്റെ ഭാഷ ഉപയോഗിച്ചോ? അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഈ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് ചൂണ്ടിക്കാണിക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിയാത്തിടത്തോളം കാലം പാർലമെന്റിൽ അമിത്ഷാ കൃത്യമായ ഉത്തരം നൽകേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട
കാര്യം. കാരണം നാളിതുവരെ ഉപയോഗിച്ചിരുന്ന ഒരു ഭാഷയുണ്ട്, ബുൾഡോസറിൻ്റെ ഭാഷ. നമ്മൾ കാണുകയാണ് സാധാരണപ്പെട്ട മനുഷ്യൻ്റെ വീടുകൾ ഒരു മുന്നറിയിപ്പ് പോലും നൽകാതെ, ഒരു നോട്ടീസ് പോലും നൽകാതെ അത് ഇടിച്ചു നിരത്തുന്ന ഒരു കാഴ്ച നമ്മൾ കഴിഞ്ഞ എത്രയോ നാളുകളായി യു പിയിലും അതുപോലെ തന്നെ മറ്റ് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും നിരന്തരമായി കാണുകയാണ്. ഏറ്റവും അവസാനം ബംഗാളിൽ അധികാരത്തിൽ വന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ആദ്യം കണ്ട ദൃശ്യം യു പിയിൽ നിന്ന് നൂറുകണക്കിന് ബുൾഡോസറുകൾ ട്രെയിൻ മാർഗം ബംഗാളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതായത് മനുഷ്യനെ ഭയപ്പെടുത്തി, അവരെ ഭീഷണിപ്പെടുത്തി തങ്ങളുടെ പരിധിയിലാക്കാൻ ഉള്ള നീക്കങ്ങൾ നടത്തിയിരുന്ന കേന്ദ്ര സർക്കാരിന് തീർച്ചയായും ഇതൊരു വലിയ തിരിച്ചടി തന്നെയാണ്. അവരുടെ സപ്രപഞ്ചങ്ങളിൽ നിന്ന്, അവരുടെ ചില്ലുമേടകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന് ഈ നാട്ടിലെ സാധാരണപ്പെട്ട മനുഷ്യൻ്റെ ശബ്ദം കേൾക്കാൻ നിർബന്ധിതരായ ഒരു സാഹചര്യം ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. എല്ലാം തങ്ങൾ കൈപ്പിടിയിൽ ഒതുക്കി, എല്ലാ സംവിധാനങ്ങളും തങ്ങളുടെ കയ്യിലാണ്. ഇനി ഒരാളും എതിരെ പറയാൻ പാടില്ല, ഇനി ഒരാളും തങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടാൻ പാടില്ല, ഒരു ശബ്ദവും ഞങ്ങൾക്ക് നേരെ ഉയരാൻ പാടില്ല എന്ന തിട്ടൂരമിറക്കിയ നേതാക്കന്മാർക്ക്, അധികാരികൾക്ക്, ഈ പറഞ്ഞ കേന്ദ്രം ഭരിക്കുന്ന BJPക്ക്, സംസ്ഥാനം ഭരിക്കുന്ന BJP മുഖ്യമന്ത്രിമാർക്ക് ഈ നാട് നൽകിയ വലിയ സന്ദേശമാണ് തീർച്ചയായും ഉണ്ടായിട്ടുള്ള ഈ വലിയ വിദ്യാർത്ഥി പ്രക്ഷോഭം. അതിന് ജനങ്ങൾ നൽകിയിട്ടുള്ള വലിയ പിന്തുണ അത് ഈ നാട് തിരിച്ചറിയുന്നുണ്ട്. ഇനിയുള്ള നാളുകളിൽ ഒരുപക്ഷെ RSS മേധാവിക്ക് ആ കാര്യം വ്യക്തമായി തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. വിദ്യാർത്ഥികളുടെ, യുവാക്കളുടെ ചോദ്യങ്ങൾക്ക് ആൻസറബിൾ ആണ് ഈ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ എന്ന് സംഘപരിവാറിന്റെ ഉന്നതനായ നേതാവിന് തന്നെ പറയേണ്ടി വന്ന ഒരു സാഹചര്യം. അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും മറ്റ് BJP നേതാക്കന്മാർക്കുമുള്ള കൃത്യമായ മുന്നറിയിപ്പാണ്. തങ്ങളുടെ കാൽച്ചുവട്ടിലെ മണ്ണിളകിപ്പോയിരിക്കുന്നു, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു പ്രക്ഷോഭം രാജ്യവ്യാപകമായി ഉയർന്നു വരുമായിരുന്നില്ല എന്നവർ തിരിച്ചറിയുന്നു. തങ്ങൾ ചെയ്യുന്നതെല്ലാം ശരി മാത്രമാണ് എന്ന ബോധ്യത്തിൽ നിന്ന് താഴെ ഇറങ്ങി വന്ന് ഈ നാട്ടിലെ സാധാരണ മനുഷ്യന്റെ വികാരം തിരിച്ചറിയാൻ ഭരിക്കുന്നവർക്ക് കഴിഞ്ഞില്ലെങ്കിൽ അവരുടെ സ്ഥാനം എവിടെയായിരിക്കും എന്നുള്ള ചൂണ്ടിക്കാട്ടലായിരുന്നു ദില്ലിയിലെ വിദ്യാർത്ഥി സമരം. ഷമി, ഇവിടെ ഇപ്പോൾ ഇന്നലെ ഷമി പറഞ്ഞതുപോലെ തന്നെ അമിത്ഷാ ഇന്നലെയാണ്, ഇത്രയധികം ദിവസങ്ങൾ നടന്നിട്ടും അമിത്ഷായുടെ പോലീസ് വിദ്യാർത്ഥികളെ നിഷ്ഠൂരം തല്ലിച്ചതിച്ചിട്ടും അന്നേരം ഒന്നും മിണ്ടാതിരുന്ന അമിത്ഷാ ഇന്നലെയാണൊന്ന് പ്രതികരിക്കുന്നത്. അപ്പോൾ ആ പ്രതികരണത്തിൽ അമിത്ഷാ പറഞ്ഞിരിക്കുന്നത് BJP നേതാക്കൾക്ക് ഒരിക്കലും അധികാരമല്ല, രാജ്യമാണ് പ്രധാനം, അതുപോലെ തന്നെ ഇന്ത്യൻ യുവത്വവും രാജ്യത്തിന്റെ ഭാവിയുമാണ് അവർക്ക് പ്രധാനം എന്നൊക്കെ ഇന്നലെ അമിത്ഷാ സംസാരിച്ചിട്ടുണ്ടെങ്കിലും പ്രതികരിച്ചിട്ടുണ്ടെങ്കിലും അമിത്ഷായുടെ പോലീസ് കാണിച്ചത് അങ്ങനെയൊന്നുമല്ല. ഷമി പറഞ്ഞതുപോലെ തന്നെ വളരെ ക്രൂരമായി നമ്മുടെ കുട്ടികളാണ്, ഈ രാജ്യത്തിന്റെ ഭാവി തലമുറയാണ്, 18, 19, 20, 21, 22, 25 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ്. അവർക്കെതിരെ അല്ലെങ്കിൽ ആ യുവത്വത്തിനെതിരെ ആണിയടിച്ച ലാത്തി ഉപയോഗിച്ചും എങ്ങനെയൊക്കെ ക്രൂരമായി തല്ലിച്ചെത്തിക്കാമോ അങ്ങനെയൊക്കെ ചതച്ച പോലീസിന്റെ ആ ആഭ്യന്തരത്തിന് മേധാവിയായിരുന്നു കൊണ്ടാണ് അമിത്ഷാ ഇന്നലെ പറഞ്ഞത് ഇന്ത്യൻ യുവത്വമാണ് രാജ്യത്തിന് BJPക്ക് വലുതെന്ന്. ഇവിടെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഈ യുവാക്കളെ ഇത്തരത്തിൽ അടിച്ചമർത്തിയ ഈ ഭരണകൂടത്തിനോട് ഇന്ത്യൻ യുവത്വം കാണിച്ച ഒരു നിലപാടുണ്ട്. അവർ എങ്ങനെയാണ് ആ ഒരു സമരത്തെ സ്വീകരിച്ചത്, അല്ലെങ്കിൽ അവർ എങ്ങനെയാണ് ആ സമരത്തോട് പ്രതിരോധിച്ചത് എന്നുള്ളതൊരു വലിയ മാതൃകയാണ്. ഇന്നലെ നമ്മൾ കണ്ടതാണ്, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു എന്നറിഞ്ഞപ്പോൾ ഒരു പെൺകുട്ടി മെലഡിയുമായിട്ട് പോയി പോലീസുകാർക്ക് കൊടുക്കുന്നത്, അല്ലെങ്കിൽ പുസ്തകങ്ങളും പൂക്കളുമായിട്ട് ആരംഭിച്ച ഒരു സമരത്തെ അങ്ങനെ തന്നെ കൊണ്ടുപോകാൻ എന്ത് പ്രതിരോധങ്ങളെയും ചിരിച്ചുകൊണ്ട് നേരിടും, അല്ലെങ്കിൽ അവരുടേതായ രീതിയിൽ ജെൻസി രീതികൾ അതിനെ പ്രതിരോധിക്കുവാൻ എല്ലാത്തിനെയും ഒന്ന് കൂളായിട്ട് എടുക്കുവാനൊരു മനസ്സ് ഇന്ത്യൻ യുവത്വത്തിനുണ്ടെന്ന് രാജ്യം തിരിച്ചറിഞ്ഞ ഒരു ദിവസങ്ങൾ കൂടിയാണല്ലോ കടന്നുപോയത്. ഇപ്പോൾ ഈ ജന്തർ മന്ദറിനെ വേദി ശുചിയാക്കി അവർ മടങ്ങിപ്പോയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇന്നത്തെ രാഷ്ട്രീയത്തിനോട്, ഇന്നത്തെ ഈ അധികാര വർഗത്തിനോട് ഇന്ത്യൻ യുവത്വം പറഞ്ഞു കൊടുക്കുന്ന പാഠങ്ങൾ ഒത്തിരിയല്ലേ? തീർച്ചയായും അമിത്ഷായുടെ ഇന്നലത്തെ ഒരു പ്രസ്താവന സിന്ധൂരി പറഞ്ഞതുപോലെ ഭയങ്കര രസകരമായ ഒരു പ്രസ്താവനയാണ്. ഒരുപക്ഷെ ഇരയോടൊപ്പം ഓടുകയും വേട്ടക്കാരനൊപ്പം വേട്ടയാടുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു തന്ത്രം അത് പക്ഷേ ഇത്തിരി പഴയതായിപ്പോയി. അമിത്ഷായ്ക്ക് പുതിയ തലമുറയെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണയില്ലാത്തതുകൊണ്ടാണ് ഇന്നലെ അദ്ദേഹം വളരെ വൈകാരികമായി പറഞ്ഞു, കേന്ദ്ര മന്ത്രിസ്ഥാനത്തേക്കാൾ വലുത് ഞങ്ങൾക്ക് വിദ്യാർത്ഥികളുടെ വികാരങ്ങളാണ് എന്നൊക്കെ പറയാൻ. ഇത് ഇത്തിരി നേരത്തെ പറയാൻ അദ്ദേഹത്തിന് കഴിയാത്തത് എന്താണ്? അദ്ദേഹത്തിന് പോലീസ്, അദ്ദേഹത്തിൻ്റെ സ്വന്തം നിയന്ത്രണത്തിലുള്ള പോലീസിന് പെല്ലറ്റും ഈ പറയുന്ന ടിയർ ഗ്യാസും അതുപോലെ തന്നെ ലാത്തിയും അതുപോലെ തന്നെ നെയിം പ്ലേറ്റ് ഇല്ലാത്ത പോലീസുകാരും മുഖമറച്ച പോലീസുകാരും ഹെൽമറ്റ് വെച്ച പോലീസുകാരും ഒക്കെ ഇറങ്ങി ഈ കുട്ടികളെ തലങ്ങും വിലങ്ങും തല്ലി ചതയ്ക്കുമ്പോൾ അദ്ദേഹം എവിടെയായിരുന്നു? അദ്ദേഹം ഏത് ലോകത്തായിരുന്നു? ഈ വിദ്യാർത്ഥികളെ തല്ലാൻ പാടില്ല എന്നൊരു നിർദ്ദേശം അദ്ദേഹം കൊടുത്തിരുന്നുവെങ്കിൽ എത്ര ഗംഭീരമായി അദ്ദേഹത്തിന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തിളങ്ങി നിൽക്കാൻ കഴിയുമായിരുന്നു. അപ്പോഴൊന്നും അദ്ദേഹത്തിന് ഈ ബോധോദയം പോയില്ലല്ലോ. ഇവിടെ കുട്ടികൾ നിലവിളിച്ച് ഓടുമ്പോൾ, തല്ലുകൊണ്ട് തല തകർന്ന് കിടക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു ബോധോദയം ഉണ്ടായില്ലല്ലോ. അവസാനം ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച് ഓടേണ്ടി വന്ന
സാഹചര്യത്തിലാണല്ലോ അമിത്ഷായ്ക്ക് ഇത്രയും വലിയ ബോധോദയം ഉണ്ടായി വരുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ചാണക്യനാണ്, ഇന്ത്യൻ രാഷ്ട്രീയം മുഴുവൻ നിയന്ത്രിക്കുന്നത് തൻ്റെ കൈവിരൽ കൊണ്ടാണ് എന്ന ധാർഷ്ട്യത്തിന് അടി കിട്ടിയപ്പോഴാണ് അദ്ദേഹത്തിന് ബോധോദയം ഉണ്ടായത്. സിന്ദൂരി തീർച്ചയായും അങ്ങനെയാണ്. ചില അടികൾ കിട്ടുമ്പോൾ മാത്രമാണ് അവർക്ക് ബോധോദയങ്ങൾ ഉണ്ടാവുന്നത്. ഒരുപക്ഷെ സംഘപരിവാറിനടക്കം ഇന്നലെ RSS മേധാവിക്ക് അടക്കം കാര്യങ്ങൾ ബോധ്യപ്പെടാൻ ഇത്രയും വലിയൊരു വിദ്യാർത്ഥി സമരം വേണ്ടി വന്നു. ഒരുപക്ഷെ അമിത് മാളവിയ എന്ന് പറയുന്ന RSSന്റെ IT സെല്ലിന്റെ തലവനായി നിൽക്കുന്ന ഒരു വ്യക്തി രൂപപ്പെടുത്തിയ കുറേ തന്ത്രങ്ങൾ ഇത്രയും കാലം വിജയിച്ചു പോയുവെങ്കിൽ ഈ കാലത്ത് ഈ കുട്ടികളുടെ മുന്നിൽ അത് ദയനീയമായി അമ്പേ പരാജയപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾക്ക് കാണാൻ കഴിഞ്ഞത്. ഇന്നലെ ഞാൻ കണ്ട വളരെ മനോഹരമായ ഒരു ദൃശ്യം, ഇവരെല്ലാം പിന്നെ ഒരു റിപ്പബ്ലിക് TV ഒക്കെ ഇപ്പോൾ പറയുന്നത് ചൈന ചാരന്മാരാണ് അവരെന്തിന് ചൈനീസ് എംബസിയിൽ പോയി, എന്തിന് അവരുമായി സംസാരിച്ചു എന്നൊക്കെ ചില മണ്ടൻ ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇന്നലെ ഇവിടെ നിന്ന് ഈ കുട്ടികൾ ഒരു വളരെ രസകരമായ ഒരു മൈമൊക്കെ കാണിക്കുന്നത് കണ്ടു. അവർ വിളിക്കുകയാണ്, ഹലോ ഷീ ജിൻപിങ്, ഞങ്ങൾ ജന്തർ മന്ദറിൽ നിന്നാണ് വിളിക്കുന്നത്, നിങ്ങൾ ഇങ്ങോട്ട് അയക്കാമെന്ന് പറഞ്ഞ പൈസ എന്തുകൊണ്ട് അയച്ചില്ല, ഞങ്ങൾ ഇവിടെ കാത്തിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഇവരുടെ ഈ പ്രചരണ വേലകളെ എത്ര ലാഘവത്തോടു കൂട്ടിയാണ് ഈ കുട്ടികൾ തള്ളിക്കളഞ്ഞ് പരിഹസിച്ച് ആക്ഷേപിച്ച് അയക്കുന്നത് എന്നുള്ള ദൃശ്യങ്ങളടക്കം നമ്മൾക്ക് കാണാൻ കഴിഞ്ഞു. കാരണം അവരുന്നയിക്കുന്ന വിഷയം ജെനുവിനാണ് എന്ന ഉത്തമ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് അവർ ഈ സമരരംഗത്തേക്ക് വന്നത്. അവർ ഈ സമരത്തിലേക്ക് എത്തുമ്പോൾ കേവലമായ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൻ്റെ ഒരു ബലം മാത്രമാണ് അവർക്കുണ്ടായിരുന്നത്. എന്നാൽ അതിന് സംഘടനാപരമായ ഒരു ശക്തി നൽകിയത് ഈ രാജ്യത്തെ ഇടതുപക്ഷമാണ് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. തീർച്ചയായും ഈ സമരത്തിൻ്റെ ആദ്യ നാളുകൾ മുതൽ ഈ സമരത്തിന് എല്ലാ പിന്തുണയും നൽകിയത് CPIM-ന്റെ, SFI-യുടെ, അതുപോലെ തന്നെ AESF-ന്റെ, ICA-യുടെ അടക്കം നേതാക്കളാണ്. CPIM-ന്റെ ജനറൽ സെക്രട്ടറി ആണെങ്കിലും അതുപോലെ തന്നെ ജോൺ ബ്രിട്ടാസ് MP ആണെങ്കിലും റഹീം അടക്കമുള്ള MP-മാരാണെങ്കിലും ഒക്കെ തന്നെ ഈ സമരവേദിയിലെ സജീവ സാന്നിധ്യമായി 24/7 ഇവിടെ നിന്നുകൊണ്ട് ഈ സമരങ്ങൾക്കാകെ ഒരു നേതൃത്വവും ദിശാബോധവും നൽകി. കാരണം കൊച്ചു കുട്ടികളാണ്, അവർക്ക് എല്ലാ കാര്യത്തിലും പക്വമായ ഒരു തീരുമാനത്തിലേക്ക് പോകാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ടെങ്കിൽ ആ രീതിയിൽ അവർക്കൊരു ഡയറക്ഷൻ നൽകാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം SFI-യുടെ അഖില ഇന്ത്യ പ്രസിഡന്റ് ആദർശം സജിയും ഐഷ ഘോഷ് ജോയിന്റ് സെക്രട്ടറിയും അടക്കമുള്ളവർ സോനം വാങ്ചുക്കിന്റെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ നിരാഹാര സമരം നടത്തി. മറ്റു വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളാകെ ഇതിന് പിന്തുണ നൽകി. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ CPIM-ഉം അതുപോലെ തന്നെ CPI-യും അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, പിന്നീട് ശിവസേനയും NCP-യും DMK-യും സമാജ്വാദി പാർട്ടിയും അടക്കമുള്ള പാർട്ടികൾ ഈ സമരത്തിന് പിന്തുണയുമായി നൽകി. നാടിൻ്റെ നാനാ മേഖലകളിൽ നിന്നുള്ള മനുഷ്യർ എല്ലാവിധ സഹായവുമായി ഇവിടേക്ക് എത്തി. എന്തുകൊണ്ട്? ഈ വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ന്യായമാണ് എന്ന തിരിച്ചറിവ് ഈ നാട്ടിലെ ജനങ്ങൾക്കാകെ ഉണ്ട് എന്നുള്ളതാണ്. കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിനെതിരായി ജനങ്ങളുടെ മനസ്സിൽ കഴിഞ്ഞ കുറച്ച് നാളായി ഉയർന്നു വന്ന പ്രതിഷേധങ്ങൾ അതൊക്കെ അണപൊട്ടി ഒഴുകുകയായിരുന്നു. ദില്ലിയിൽ മാത്രം ഈ സമരം ഒതുങ്ങിയില്ല, അത് രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പടരുന്ന ഒരു കാഴ്ച കൂടി നമ്മൾക്ക് കാണാൻ കഴിഞ്ഞു. ബീഹാറിലും കൊൽക്കത്തയിലും അടക്കം വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നു. അതെ ഷമി പറഞ്ഞതുപോലെ തന്നെ അതൊരു വലിയ തരത്തിൽ എല്ലായിടങ്ങളിലേക്കും പ്രചരിക്കുന്ന, എല്ലാവരും അത് ഏറ്റെടുക്കുന്ന കാഴ്ചയായിരുന്നു കാണുവാൻ സാധിച്ചു. ഒടുവിൽ അതിന് വിജയം കണ്ടിരിക്കുന്ന ആ ഒരു സുന്ദരമായ ഒരു റിസൾട്ടാണ് ലഭിച്ചതും. ഷമി എന്തായാലും വളരെയധികം സന്തോഷവും വളരെ വിശദമായി തന്നെ കാര്യങ്ങൾ ഞങ്ങളോട് പങ്കുവച്ചതിൽ. ഷമി പറഞ്ഞതുപോലെ തന്നെ വളരെയധികം വൈകി വന്നൊരു ഉദിച്ച ബുദ്ധി, അതിലാണ് ഇപ്പോൾ ഇന്നലെ ആ രാജ്യപ്രഖ്യാപനത്തിലേക്ക് എത്തിയത്. പക്ഷെ അവിടേക്ക് എത്തിച്ചേർന്ന ആ ഒരു സാഹചര്യം അത് വളരെ വലുതാണ്, വളരെ വലിയ തരത്തിൽ ആശംസിക്കേണ്ടതാണ്, മാതൃകയാക്കേണ്ടതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഷമി പറഞ്ഞതുപോലെ തന്നെ ഏതൊക്കെ രീതിയിൽ പ്രതിരോധിക്കുവാൻ ശ്രമിച്ചാലും അതിനെയെല്ലാം കൈകാര്യം ചെയ്ത ഇന്ത്യൻ യുവത്വത്തിന്റെ ആ ഒരു മനസ്സ്, ആ ഒരു ഊർജ്ജം അത് മാതൃകയാക്കേണ്ടതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല.